ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മല്ലു പേഴ്സ്യ. ഞാനുള്ളത് വയനാട് മുത്തങ്ങയോട് അടുത്ത്, അതായത് ഇവിടെ നിന്ന് അങ്ങോട്ട് ജസ്റ്റ് ഒരു 3 കിലോമീറ്റർ മുത്തങ്ങയ്ക്കുള്ളൂ കേട്ടോ. ഇവിടെ ഒരു ബോട്ട് ഹൗസും അതുപോലെ കേവ് റൂംസും ഒക്കെ ഉള്ള ഒരു കിടിലൻ റിസോർട്ടാണ് നിങ്ങൾ മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അത് നോക്കിയാലോ. നമ്മളെ റിസോർട്ട് നെയിം വരുന്നത് ഗിംബറി എന്നാണ് കേട്ടോ. ഇതിന് ഇങ്ങനെ ഇപ്പോൾ ഈ പരിസരം കാണുമ്പോൾ ഇതുപോലത്തെ റിസോർട്ട് ഇവിടെ ചിലപ്പോൾ വിചാരിക്കും 5 പൈസക്കുള്ള റിസോർട്ടായിരിക്കും. പക്ഷേ ഈ ഗേറ്റ് അങ്ങ് തുറക്കലോട് കൂടി നിങ്ങളെ മൈൻഡ് തന്നെ മാറി കിട്ടും. അപ്പം ഉള്ളിലോട്ട് കയറി വരുമ്പോൾ തന്നെ നമ്മൾ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്നത് ഒരു പാർക്കിംഗ് ആണ്. അതുപോലെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്നത് നമ്മൾ റിസപ്ഷൻ, റെസ്റ്റോറൻറ്റ്, അതുപോലെ താഴെയായിട്ട് വരുന്നത് ഒരു ബാങ്കറ്റ് ഹാളും ആണ് കേട്ടോ. നമുക്ക് നേരെ ടൈം കളയാതെ ബാക്കി വിഷ്വൽസിലോട്ട് പോയാലോ. I don't really know what comes next. I'm just doing my best, even though I'm so stressed out. Everything just feels like a test that I fail, so depressed when I can't seem to get out. But something deep inside won't let me quit. I swear that I'm inspired by all this shit. Tell me that I can't and I won't. That's what guides me the most. You lies, I'll do what I want. ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കാരണം ഇതിൻ്റെ ഒരു ലാൻഡ്സ്കേപ്പിങ് ഒരു രക്ഷയില്ല കേട്ടോ. കാരണം അതൊരു സ്ലോപ്പായിട്ട് അങ്ങ് ചെയ്തിട്ട് കിടിലം ലുക്കിലാണ് ഇവരുടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് എന്നെ കണ്ടാൽ മനസ്സിലാവും. അപ്പം ഈ കാണുന്നതാണ് ബോട്ട് ഹൗസ്. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് കേട്ടോ. നൈറ്റ് ആംബിയൻസ് എന്ന് പറഞ്ഞാൽ അതും കിടിലം. അത് നമ്മൾ വേറെ വിഷ്വൽ കാണിക്കാം. അതുപോലെ 2 ബോട്ട് ഹൗസ് ആണ് ഇവിടെ ഉള്ളത് കേട്ടോ. I'm inspired by thirst, I'm inspired by worth. I desire your worst, so you can just hide while I work. I ain't tired, you first. I'll write a second, third verse about the lies you go disperse. You never did shit, I know it hurts, but something deep inside won't let me quit. I swear that I'm inspired by all this shit. Tell me that I can't and I won't. That's what guides me the most. You lies, I'll do what I want. പിന്നെ ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഇൻഫിനിറ്റി പൂൾ ഉണ്ടോ. ഇത് 2 ബോട്ട് ഹൗസ് കോട്ടേജിന്റെ മുൻപിൽ തന്നെയാണ് ഉള്ളത്. നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ഒരു രക്ഷയില്ലാത്ത അടിപൊളി വ്യൂ ആണ്. പിന്നെ അടുത്തായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇവിടുത്തെ ഒരു മഡ് കേവും അതുപോലെ 2 റോക്ക് കേവും കേട്ടോ. ഇത് ഒരു രക്ഷയില്ലാത്ത റൂംസ് ആണ്. നമ്മൾ പുറത്തുനിന്ന് കാണുന്ന പോലെയല്ല, അകത്ത് നല്ല സ്പേസ് ഉള്ള റൂംസ് ആണ്. നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. Welcome to my party, we're just getting started. A life is a dream or a nightmare scarring. Hand me a drink cause I think I'm going all in. Get me a shrink who can catch me when I'm falling. Cover up my scars, flip the handlebars. Crashing in my car, wake up in a bar. I'll be a superstar, just on my avatar. അടുത്ത പ്രത്യേകത ഈ കാണുന്ന 2 പ്രൈവറ്റ് പൂൾ വില്ലയാണ് കേട്ടോ. നമുക്കൊന്ന് അതും കൂടി കാണാം. This world is so bizarre, empty out the reservoir. Yeah, I'm taking 6 shots, yeah, straight to the face. And I wanna get lost, I'm sick of this place. Don't know how to stop when I'm feeling this way. So I'm taking 6 shots till I'm feeling okay. I think I'm going crazy, don't think I'll get home safe. So I'm taking 6 shots, all straight to the face. I'm taking 6 shots, are you coming with me? I'm taking 6 shots, yeah, straight to the face. And I wanna get lost, I'm sick of this place. Don't know how to stop when I'm feeling this way. So I'm taking 6 shots till I'm feeling okay.
I think I'm going crazy. Don't think I'll get home safe. Taking 6 shots all straight to the face. I'm taking 6 shots, are you coming with me? Sometimes you need to let loose, grab juice, get. അപ്പോൾ കേസ് നമുക്ക് ഇവിടെ ഇന്നലെ സ്റ്റേ ഒക്കെ ഉണ്ടായിരുന്ന ടീംസാണ് ഇവരുടെ. അപ്പോൾ ഇവരോട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ഫീഡ്ബാക്ക് ഒന്ന് ചോദിച്ചു നോക്കാം. എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ സ്റ്റേ? സൂപ്പർ സ്റ്റേ ആയിരുന്നു. ഓക്കെ. പിന്നെ കുട്ടികൾക്ക് ഭയങ്കര എൻജോയ്മെന്റ് ആയിരുന്നു. സ്വിമ്മിംഗ് പൂള് എല്ലാവരും എൻജോയ് ചെയ്തു. പിന്നെ ഫുഡ് ആണെങ്കിലും ഇവിടുത്തെ സ്റ്റാഫ് ആണെങ്കിലും ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു. എങ്ങനെ ഉണ്ടായിരുന്നു? അവന് മടിയാണ്. നിങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ ഇവിടെ? ഇവിടെ പ്ലേയിങ് ഏരിയയും സ്വിമ്മിംഗ് പൂളും. നിനക്കോ? എനിക്ക് പ്ലേയിങ് ഏരിയയും സ്വിമ്മിംഗ് പൂളും. രണ്ടാൾക്കും ഒരേപോലെ ഇഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പം താങ്ക് യു. താങ്ക് യു. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന മറ്റൊരു ഗസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ അവരോട് നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് ചോദിക്കാം. ഹായ്, എന്താ പേര്? റിൻഷാദ്. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടുത്തെ സ്റ്റേയും കാര്യങ്ങളൊക്കെ? അടിപൊളി, കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്താണ്? ഉമ്മാക്ക് ഇഷ്ടം പറ. ഏറ്റവും നല്ല ഇഷ്ടപ്പെട്ടു. നിങ്ങൾ പിന്നെ പൂളിൽ ഇറങ്ങിയിട്ടില്ലല്ലോ? ഇല്ല, സൂപ്പർ അടക്കം പൂളിൽ ഇറങ്ങിയിട്ടുണ്ട്. എന്തോ അത് ശരിയാ. നീ പറ, എനിക്ക് ഇവിടെ ഇഷ്ടപ്പെട്ട എന്താ? പൂള് ഇഷ്ടപ്പെട്ടു, പിന്നെ റൂം ഇഷ്ടപ്പെട്ടു, പിന്നെ പൈപ്പ് ഇഷ്ടപ്പെട്ടു. അടിപൊളി അടിപൊളി. അടുത്ത് ഞാൻ ആർക്കെങ്കിലും എന്തെങ്കിലും പറയണ്ടോ? റൂംസ് ഒക്കെ വെറൈറ്റി റൂംസ്, ഷിപ്പ് മോഡലുള്ള റൂംസ്, അതുപോലെ ഇഗ്ലോ വില്ലാസ്, പിന്നെ നല്ല ലാൻഡ്സ്കേപ്പ്, പുതിയ പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ റൂംസ് ഒക്കെ നല്ല ക്ലീൻ ആണ്, നല്ല വൃത്തിയും ഹൈജീനിക് ആണ്. നല്ല വൈബാണ്, നല്ല ക്ലൈമറ്റ്, നല്ല ചെറുതായി മഴയൊക്കെ കിട്ടി. നല്ല വന്ന സമയത്ത് നല്ല മഴയും കിട്ടി. ഓക്കെ, ഈ ടീംസിന് എന്താ പറയുള്ളൂ? നിങ്ങൾക്ക് എന്താ ഇഷ്ടപ്പെട്ടു? വൈബായിട്ട് തോന്നി. ഓക്കെ, അപ്പം ഫാമിലിക്കായിട്ട് എന്തായാലും ഇവിടെ വരാന്നുള്ള ഒരു അതെ, ഇനിയൊരു ടീംസിന് ഫാമിലി ആയിട്ട് ഇവിടെ വരാന്നുള്ള പ്രൈവസിയാണ്. അതെ അതെ. അപ്പം നമുക്ക് ഓക്കെ അല്ലേ? അപ്പം എങ്ങനെയുണ്ട് റിസോർട്ട്? അടിപൊളിയല്ലേ? ഇവിടെ നിന്ന് ഗസ്റ്റിൻ്റെ റിവ്യൂസും നിങ്ങൾ കേട്ടു. അപ്പം എല്ലാവർക്കും ഫാമിലിക്ക് ആയിക്കോട്ടെ ബാച്ചിലേഴ്സിനായിക്കോട്ടെ ഒരു അടിപൊളി ഒരു റിസോർട്ട് തന്നെയാണ് ഇത്. അപ്പോൾ ഇവരെ വിളിക്കേണ്ട നമ്പർ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഇവിടെയും കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത നമ്പറിൽ നിങ്ങൾക്ക് ഇവിടെ മാത്രമല്ല ഓൾ കേരള എവിടെയും വേണ്ട, ഓൾ പിന്നെ ഊട്ടി, കൊടൈക്കനാൽ എവിടെയും നിങ്ങൾക്ക് ബുക്കിംഗ്സ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പം അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.